അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് പോകാം, ഇമോഷണൽ ഇന്റലിജൻസിലേക്ക് പോകാം. ഇമോഷണൽ ഇന്റലിജൻസ് ഓൾറെഡി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ കോഴ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് റിലേഷൻഷിപ്പായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ, അപ്പൊ ഒന്നാമത് എന്താണ് എന്റെ ഇമോഷൻസ് മനസ്സിലാവുക, മറ്റുള്ളവരുടെ അതിന്റെ ഒരു ഇമ്പാക്ട് എങ്ങനെയാണ്, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസ്. പലപ്പോഴും നമുക്ക് നമ്മുടെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ മറ്റുള്ളവരത് അത്രയും മനസ്സിലാക്കാൻ നമുക്കൊരു എംപതി നമുക്ക് അത്ര ഉണ്ടാവില്ല ചിലപ്പോൾ, അല്ലെ? മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ ചിലപ്പോൾ കഴിയണമെന്നില്ല. പിന്നെ എന്താണ് രണ്ടാമത്തത്, മാനേജിങ് എന്റെ ഇമോഷണൽ റിയാക്ഷൻസ് മാനേജ് ചെയ്യാം. അതേപോലെ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന, ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള നമ്മളുടെ ഒരു റെസ്പോൺസ്, അപ്പൊ അതിനെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ്, അല്ലെ? അത് റെസിലിയൻസ് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ എംപതി, ഈ അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ് ടു പെർസ്പെക്റ്റീവ് ആണ്, മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവും അവരുടെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കുക, അതാണ് എംപതി എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി നമ്മൾ ചെയ്യും കേട്ടോ. ഇപ്പൊ അതിന്റെ വർക്ക്ഷീറ്റ് നമുക്ക് ചെയ്യാം, വർക്ക്ഷീറ്റ് അല്ല, അതിന്റെ ഒരു നോട്ട് തരാം. പിന്നെ ഓവർകമ്മിങ് ഫിയർ ആൻഡ് ജഡ്ജ്മെന്റ്. റിലേഷൻഷിപ്പിൽ നമുക്ക് എപ്പോഴും മറ്റുള്ളവർ എങ്ങനെ നമ്മൾ ജഡ്ജ് ചെയ്യും എന്നുള്ളൊരു ഫിയർ ഉണ്ടാവും ഉള്ളില്, അല്ലെ? ആ ഒരു ഫിയർ വന്നു കഴിഞ്ഞാൽ തന്നെ അത് എത്രമാത്രം സ്ട്രഗിൾ ചെയ്യും ലൈഫിൽ, അല്ലെ? അപ്പൊ ആ ഒരു ഫിയർ, അത് എവിടെയാണെങ്കിലും, ഫാമിലിയിലൊക്കെ ആണെങ്കിലും, അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഉള്ളിലുണ്ടോ മറ്റുള്ളവരെങ്ങനെ എന്നെ ജഡ്ജ് ചെയ്യുന്നത്? ഒന്ന് അത്. രണ്ടാമത്തത്, നമ്മൾ മറ്റുള്ളവരെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളിലും ജഡ്ജ്മെന്റിലായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടോ, നമ്മൾ അവരുടെ എപ്പോഴും ആ ഒരു രീതിയിൽ മാത്രം നമ്മൾ കാണുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. ആ ഒരു ജെന്യൂനിറ്റി നഷ്ടപ്പെട്ട ആ ഒരു ജഡ്ജ്മെന്റിലായിട്ട് മാത്രം ആളുകളെ കാണാനും ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും നമ്മളുടെ ഭാഗത്തൊരു ടെൻഡൻസി ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ മറ്റുള്ളവര് എന്നെ ജഡ്ജ് ചെയ്യോ എന്നുള്ള ഒരു പേടി ഉള്ളിൽ, അതായത് എനിക്ക് ഞാനായിട്ട് ജീവിക്കാൻ പറ്റൂല, അപ്പൊ ആ ഒരു പേടിന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ എനിക്ക് ഞാനായിട്ട് കഴിയാൻ പറ്റൂല. അപ്പൊ ഇതില് ഇമോഷണൽ റിയാക്ഷൻസ് ആൻഡ് ഫോസ്റ്ററിംഗ് ഇമോഷണൽ എന്റെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, ഹാബിറ്റ്സ്, ഇമോഷണൽ ട്രിഗേഴ്സ്, ഇതൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു വർക്ക്ഷീറ്റ് ഉണ്ട്, ഞാൻ അതൊന്ന് ഇവിടുന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം നിങ്ങൾക്ക്. എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലെ? ഒന്ന് ചാറ്റ് വിൻഡോയിൽ ടൈപ്പ് ചെയ്യോ? ഓക്കെ, യെസ് ഓക്കെ. സൈനബ്, ഹലോ ഷെമി, പിന്നെ ഓക്കെ ഫരീദ, ഫാബി, ഓക്കെ സെമിനാരിനെ വരട്ടെ, ഓക്കെ ബസീമ, മഷാല്ല, താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഒരു സെൽഫ് റിഫ്ലക്ഷൻ, അത് എന്തിലാണ്? ഇമോഷൻസ് ആൻഡ് ദെയർ ഇമ്പാക്ട് ഇൻ റിലേഷൻഷിപ്പ്. ഇതും കൂടെ കഴിഞ്ഞിട്ട് ഒന്ന് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഇമോഷണൽ ഇന്റലിജൻസിലേക്ക് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കോഴ്സ് കഴിഞ്ഞവരാണല്ലോ അല്ലെ? നമ്മളെ സെൽഫ് മാസ്റ്ററിയിൽ, അതായത് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് പാർട്ടില്. അപ്പൊ ഇതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് നമ്മളിപ്പോ എക്സാമ്പിൾ ചെയ്യുന്നത്. ഓക്കെ, ഒരു സിറ്റുവേഷൻ, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ സിറ്റുവേഷൻ. അതായത് ഒരു സ്ട്രോങ് ഇമോഷൻ നമുക്ക് എപ്പോഴെങ്കിലും മുമ്പ് ഫീൽ ചെയ്ത ഒരു വളരെ സ്ട്രോങ് ഇമോഷൻ എന്ത് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് അതൊന്ന് നിങ്ങളിപ്പോ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. പിന്നീട് ഈ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ചെയ്യാം. ഒരു ജസ്റ്റ് സെൽഫ് റിഫ്ലക്ഷൻ, എന്തെങ്കിലും കുട്ടികളോട് ദേഷ്യപ്പെട്ടതാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രോങ് ഇമോഷൻ. അതായത് നിങ്ങൾ അത് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡിമ്മായ എനർജിയിലും പോയി ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് ഒന്ന് പോകുന്നതൊന്നും എടുക്കണ്ട, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളത് തന്നെ എടുത്താൽ മതി. ഓക്കെ, വാട്ട് ഇമോഷൻ ഡിഡ് യു ഫീൽ? ദേഷ്യമാണോ, സങ്കടമാണോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കാം, ഫിയർ ആണോ, എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിൽ ഇപ്പൊ അതിങ്ങനെ എഴുതിയിട്ട് പോവേ. ഇനി ആ ഒരു ഇമോഷന്റെ ഇന്റൻസിറ്റി 1 to 10 1 ഏറ്റവും ലോ ആയിട്ടുള്ള ഒരു അതിന്റെ ഒരു ഇന്റൻസിറ്റി, 10 ഹൈ ആയിട്ടുള്ളത്. ഇമോഷൻ എത്രമാത്രം, ദേഷ്യമാണെങ്കിൽ എത്ര ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു, സങ്കടമാണെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ എത്രമാത്രം സങ്കടപ്പെട്ടിരുന്നു, 1 to 10 നിങ്ങൾ ജസ്റ്റ് ഒന്ന് റേറ്റ് ചെയ്യാം. ഓക്കെ, ഡൺ. നെക്സ്റ്റ്, വാട്ട് ഫിസിക്കൽ സെൻസേഷൻ ഡിഡ് യു? ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഫിസിക്കൽ സെൻസേഷൻ ഉണ്ടാവും. ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ചിലർക്ക് തലയിൽ ഇങ്ങനെ ഭയങ്കര ഹെവിനെസ് വരിക, ചെസ്റ്റിൽ ഹെവിനെസ് വരിക, ബോഡി മൊത്തം അല്ലെങ്കിൽ വിയർക്കുക, അല്ലെങ്കിൽ ഭയങ്കര ടയർഡ് ആയിട്ടുള്ള ഫീലിംഗ് വരിക. അങ്ങനെ എന്താണ് ഒരു ഫിസിക്കൽ സെൻസേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് എഴുതാം. ആ സമയത്ത് ഉണ്ടായിരുന്ന തോട്ട് എന്താണ്? എന്നെ മൈൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ എനിക്കത് പറ്റിയില്ല, ഇങ്ങനെ ചെയ്തില്ല, അങ്ങനെ എന്താണ് ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്ന മനസ്സിലുണ്ടായിരുന്ന തോട്ട്? നിങ്ങൾ ഐ ഫീൽ റിജക്റ്റഡ്, ഐ ക്യാൻ ഹാൻഡിൽ ദിസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചാറ്റ് വിൻഡോയിൽ ടൈപ്പ് ചെയ്യാം കേട്ടോ. സ്ക്രീനൊക്കെ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ഇനിയാണ് ഇതുവരെ ഉള്ളത് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി എന്താണ് മറ്റുള്ളവരിൽ അതിലുണ്ടായ ഇമ്പാക്ട്? ഇപ്പൊ നിങ്ങളൊരു ഫാമിലി അറ്റ്മോസ്ഫിയറിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് എഴുതിയെന്നുണ്ടെങ്കിൽ അവിടെ ഹസ്ബൻഡ്, മക്കള്, പാരന്റ്സ്, സിബ്ലിങ്സ് ആരെങ്കിലും ഉണ്ടാവാം. ഇനി വർക്ക് പ്ലേസിലാണെങ്കിൽ മാനേജർ, കൂടെ വർക്ക് ചെയ്യുന്നവര്,
ഉണ്ടാവും. ഹൗ ഡിഡ് യുവർ ഇമോഷൻ അഫക്ട് യുവർ ബിഹേവിയർ? നിങ്ങൾ ആദ്യം എഴുതേണ്ടത് ഈ ഇമോഷൻ ഉള്ളിൽ വന്നു, ഫീലിംഗ് വന്നു, ബോഡി സെൻസേഷൻ എല്ലാം വന്നു, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളിൽ നിങ്ങളുടെ ബിഹേവിയറിനെ അത് എഫക്ട് ചെയ്തത്? അതായത് എങ്ങനെയാണ് നിങ്ങൾ അത് പുറത്തേക്ക് റെസ്പോണ്ട് ചെയ്തത്? എങ്ങനെയാണ് ഷൗട്ട് ചെയ്തോ, മിണ്ടാതിരുന്നോ, പിന്നെ വേറെന്താണ് ചെയ്യുക എന്ന് വെച്ചാൽ ഇതുപോലെ സങ്കടം, ദേഷ്യം, സന്തോഷം, എന്തൊരു ഇമോഷൻ ആണെങ്കിലും. പിന്നെ ഈ ബിഹേവിയർ നിങ്ങളുടെ കൂടെ ഉള്ളവർ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്തത്? മക്കളാവാം, ഹസ്ബൻഡ് ആകാം, പിന്നെ ആരാണ്, മൊത്തം ഫാമിലി മെമ്പേഴ്സ് ആകാം. അതിൽ നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും മിണ്ടാതിരുന്നു എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എങ്ങനെ അവരെ എഫക്ട് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഒന്നും നമ്മളുടെ ഉള്ളിലുള്ള ഇമോഷൻസ് അവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പിന്നെ മൊത്തത്തിൽ ഒരു അൺഹാപ്പിനെസ് ഫീലിംഗ് ആ ഒരു സറൗണ്ടിങ്ങിൽ വന്നിട്ടുണ്ടാവാം. ഓക്കെ, അങ്ങനെ പല രീതിയിൽ അത് മറ്റുള്ളവരെ എഫക്ട് ചെയ്യും. ചിലത് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരിൽ അത് ഭയങ്കര നല്ല വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവാം, നമ്മളോട് ദേഷ്യം ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ടാവാം. ഭയങ്കര ഹൈ ഇതിലുള്ള റെസ്പോൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ കുറച്ച് ഡിസ്റ്റൻസ് വരാനൊക്കെ അത് കാരണമായിട്ടുണ്ടാവാം. ഇങ്ങനെ എന്തും നിങ്ങൾക്ക് ഇത് ശരിക്കും നമുക്ക് വാച്ച് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുക എന്നുള്ളതാണ് നമ്മളുടെ വിജയം. അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പലപ്പോഴും കയ്യിൽ നിന്നൊക്കെ പോകുന്ന സമയമൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാൽ പോലും അത് കൂടുതലുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഡിഡ് യുവർ ആക്ഷൻസ് അലൈൻ വിത്ത് യുവർ വാല്യൂസ് ആൻഡ് ഗോൾസ്? നമുക്ക് നമ്മളുടെ ഒരു വാല്യൂസ് ഉണ്ടാവും, ചിലപ്പോൾ നമ്മളുടെ ഗോൾസ് തന്നെ ഉണ്ടാവും. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണമൊക്കെയുള്ള മനസ്സിലാഗ്രഹങ്ങളും ഗോളൊക്കെ ഉണ്ടാവും. പക്ഷെ അപ്പൊ അതിനൊക്കെ ചിലപ്പോൾ തകിടം മറിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതുണ്ടാവും. ഇനി ഈ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഡിഡ് യു ലേൺ അബൌട്ട് യുവർ സെൽഫ് ആൻഡ് യുവർ ഇമോഷൻസ്? ഇതിന് എന്ത് ലേണിംഗ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ കുറിച്ചും നിങ്ങളെ കുറിച്ചും എന്ത് ലേണിംഗ് ആണ് നിങ്ങൾക്ക് കിട്ടിയത്? അതേപോലെ നേരത്തെ എന്താണ്, ഹൗ ഡിഡ് യുവർ ഇമോഷൻ അഫക്ട്, എങ്ങനെയാണ് അത് മറ്റുള്ളവരെ എങ്ങനെ, എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഇതൊന്നും കൂടെ സാധാരണ നമുക്ക് എന്തെങ്കിലും ഇമോഷണലി ആയിട്ടുള്ള ഒരു ട്രിഗേഴ്സ് അല്ലെങ്കിൽ അതിൽ ഹൈ റെസ്പോൺസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പൊതുവെ നമ്മ എങ്ങനെയാണ് അത് എഫക്ട് ചെയ്തതെന്നുള്ളതിനെ കുറിച്ചാണ് പൊതുവെ നമ്മൾ ചിന്തിക്കാറ്. അപ്പൊ അതിനേക്കാളും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയിട്ട് കൂടെ ഉള്ളവരെ അതെങ്ങനെയാണ് എഫക്ട് ചെയ്തതെന്നുള്ളത്. ദെൻ വാട്ട് കുഡ് യു ഹാവ് ഡൺ ഡിഫറെന്റ്ലി ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ? സെയിം, ഇത് നമ്മൾ പിന്നെ മുമ്പ് പല രീതിയിലും ചെയ്ത അതേ എക്സസൈസ് തന്നെയാണ്, അതിന്റെ വേറൊരു രീതി എന്ന് മാത്രമാണ്. അപ്പൊ അതിന് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി നന്നായിട്ട് വേറെ എന്തൊക്കെ ചെയ്യാമായിരുന്നു? അവിടെ നമ്മൾ ആൾട്ടർനേറ്റീവ്സ് കൊടുക്കുകയാണ് ഓൾറെഡി. ഓക്കെ, കുറച്ച് ഒന്നോ രണ്ടോ ആൾട്ടർനേറ്റീവ്സ് അവിടെ വേറെ ബിഹേവിയർ, കുറച്ചും കൂടെ നല്ല ബിഹേവിയർ, മറ്റുള്ളവർക്ക് ഇത്രയും നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാത്ത ബിഹേവിയർ കൊണ്ടുവരാൻ. ഹൗ ക്യാൻ യു അപ്ലൈ ദിസ് ലേണിംഗ് ടു ഫ്യൂച്ചർ സിറ്റുവേഷൻ? അതും എന്താണ് നിങ്ങൾ പഠിച്ചത്, ഇനി ഫ്യൂച്ചർ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇതെങ്ങനെ ഏറ്റവും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം? ഇപ്പൊ നിങ്ങളെ കുറിച്ച് പഠിച്ച ഈ ഒരു ലേണിംഗ്സ്. ഓക്കെ, ഇനി ഇതില് നമ്മളിപ്പോ ഇമോഷൻസ് ഓൾറെഡി ട്രിഗേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വളരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിൽ അവിടെ റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഇമോഷണൽ റെഗുലേഷൻ ടൂൾസ് ഉണ്ട്, നമ്മൾ പഠിച്ച ടൂൾസ് പ്രാക്ടീസ് ചെയ്യാം. ഡീപ് ബ്രീത്തിങ്, റീഫ്രെയിമിംഗ് തോട്ട്സ്, ടേക്കിംഗ് എ ബ്രേക്ക്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ട്രെയിനിങ് സിസ്റ്റത്തിലുണ്ട്. നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ, മൈൻഡ് മാസ്റ്ററി പാർട്ടിൽ ഇതിലുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്സ് ചെക്ക് ചെയ്താലും കിട്ടും, നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, പിന്നുള്ളത് ഇനി നോക്കട്ടെ എന്താണെന്നറിയോ, നമുക്ക് ഇടക്കിടക്ക് പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാവുന്ന ഏതെങ്കിലും പാറ്റേൺ ഉണ്ട്. അപ്പം ചിലപ്പോൾ എന്തെങ്കിലും സെയിം ട്രിഗേഴ്സ് വരുമ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം ഒരേപോലെ തന്നെ നമ്മൾ എന്താണ് റെസ്പോണ്ട് ചെയ്യുക. കുട്ടികൾക്ക് സ്കൂളിൽ മാർക്ക് കുറഞ്ഞെന്ന് വെച്ചാൽ മാർക്ക് കുറയുമ്പോൾ എപ്പോഴും എല്ലാ സമയത്തും ഒരേപോലെ തന്നെ നമ്മൾ അവരെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ഒരേപോലെ തന്നെ അതിന് റെസ്പോണ്ട് ചെയ്യുക. അതേപോലെ അങ്ങനെ എന്തെങ്കിലും ബിഹേവിയർ, അപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് വിശന്ന് കഴിഞ്ഞാൽ ദേഷ്യം വരും. അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ബിഹേവ് ചെയ്യുക. അപ്പൊ അതേപോലെയുള്ള അങ്ങനെ എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോൾ എങ്ങനെയാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത്? പക്ഷേ ഇതൊരു റിക്കറിംഗ് പാറ്റേൺ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരേ ഒരു പാറ്റേൺ തന്നെ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. പിന്നെ എന്താണ് നോക്കേണ്ടത്? ഇനി സ്പെസിഫിക് ട്രിഗർ ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് കേട്ടോ. നമുക്കത് മാറ്റിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ഇമോഷൻസ് കൊണ്ടുവരുന്ന എന്തെങ്കിലും സ്പെസിഫിക് ട്രിഗേഴ്സ്. ഇനി എങ്ങനെയാണ് ഹെൽത്തിയർ വേസ് ഓഫ് എക്സ്പ്രസിങ് യുവർ ഇമോഷൻസ്? നമ്മളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ എങ്ങനെയാണ് ഹെൽത്തിയർ മാർഗങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്? ഇത് അപ്പൊ ഇതെല്ലാവർക്കും ക്ലിയർ അല്ല? ഇതിൽ ആ ഹെൽത്തിയർ മാർഗം, ഇതെല്ലാം ഇമോഷൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇമോഷൻ മാനേജ്മെന്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിന്റെ എക്സസൈസുകളും വർക്കുകളും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ട്രെയിനിങ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സിൽ അത് ചെക്ക് ചെയ്യുക. അതൊന്ന് ഇനിയും നിങ്ങൾക്ക് ഇതിലപ്പുറം അതിൽ കൂടുതൽ റിസോഴ്സസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. ഇത് ക്ലിയർ അല്ലേ ഇപ്പൊ ചെയ്തത് എല്ലാവർക്കും? ഇനി നിങ്ങൾക്ക് ഞാനിത് വാട്സാപ്പിൽ ഷെയർ ചെയ്യും, നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാം, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് എത്രത്തോളം അത് ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാൽ എന്താണ്,
ഈ അപ്പൊ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്താണ് ഇപ്പം പാരന്റ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും അതല്ലെങ്കിൽ മറ്റു ആരാണെങ്കിലും ഇപ്പം ചിലപ്പോൾ നമ്മുടെ പാരന്റ്സ് ഉണ്ടാവും, ഒന്നുകിൽ നമ്മൾ പാരന്റ്സ് ആയിട്ടുള്ള പൊസിഷൻ ഉണ്ടാവും, നമ്മുടെ പാരന്റ്സ് ഉണ്ടാവും, നമ്മുടെ മക്കളുണ്ടാവും, ഹസ്ബൻഡ് വൈഫ്, ഇങ്ങനെ എല്ലാ റിലേഷൻസിലും ഇമോഷണൽ ഇന്റലിജൻസ് അതുപോലെ ഇമോഷൻസ് ഒരു എന്തായിട്ടാണ് വരുന്നത്, ഒരു എന്താണ് വേർഡ്, നമുക്കൊരു കരടായിട്ടും മാറും പലപ്പോഴും അല്ലെ. ഒരു ഹെൽത്തി ആൻഡ് ഹാപ്പി റിലേഷൻഷിപ്പിൽ പലപ്പോഴും ആരുടെങ്കിലും ഒരാൾക്കായിരിക്കും ഈ ഒരു ഇമോഷൻസിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നതിലൊക്കെ പ്രയാസം ഉണ്ടാവുക. പക്ഷെ ആ ഒരാൾ മതി ആ ഒരു ഫാമിലിന്റെ മൊത്തം ഹാപ്പിനെസ്സും ഓവറോൾ വെൽബീയിങ് എല്ലാം ഇല്ലാതാവാൻ ആ ഒരാളുടെ ഇമോഷണൽ റെസ്പോൺസ് മാത്രം മതിയാകും. ഇമോഷണൽ ഇന്റലിജൻസ് കുറവ് മക്കളാണെങ്കിലും ആരാണെങ്കിലും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഫാമിലിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഓവറോൾ വെൽബീയിങ്ങിനെ തന്നെ ഇത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് എഫക്ട് ചെയ്യും. അതോടൊപ്പം നമ്മുടെ റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുന്നതിൽ, നമ്മുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതിൽ ഈ ഇമോഷണൽ ഇന്റലിജൻസിന് ഒരു ബിഗ് റോൾ ആണുള്ളത്. അപ്പൊ ഈ ഇമോഷൻസില് എംപതിക്ക് എന്താണ് എംപതി? നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം ചാറ്റ് വിൻഡോയിൽ. വില്ലൻ, ആ വേർഡാണ് ഞാൻ നേരത്തെ എത്രയായിട്ട് എനിക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് വരാഞ്ഞിട്ട് വില്ലൻ ഏടാ പോയി ഒളിച്ചിരുന്നു എന്റെ മൈൻഡിൽ. താങ്ക് യു ഷഫ്നി. ഓക്കെ, എന്താണ് ഇപ്പൊ ചോദിച്ചത്? എംപതി. നിങ്ങൾക്ക് നിങ്ങളുടെ എംപതി ഒന്ന് റേറ്റ് ചെയ്യാൻ പറ്റുമോ? 1 to 10 നിങ്ങൾ എത്രത്തോളം എംപതറ്റിക് ആണ് എന്നുള്ളത്. 1 ഏറ്റവും കുറച്ച്, 10 ഏറ്റവും ടോപ്പ് ലെവലിലുള്ളത്. അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ്, ഫീലിംഗ് ആൻഡ് ഹെൽത്ത്. ഓക്കെ, അപ്പൊ ഈ ഒരു എംപതിയിൽ നിങ്ങൾക്ക് ഇപ്പൊ ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഇത്രത്തോളം എംപതറ്റിക് ആണ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? 1 to 10 നിങ്ങൾ റേറ്റ് ചെയ്തിട്ട്. ഓക്കെ, 4. പിന്നെ എല്ലാവർക്കും വരട്ടെ, മടിയൊന്നും കാണിക്കണ്ട. ഒക്കെ എല്ലാവർക്കും അത്യാവശ്യം പിശുക്കാണ്, നമുക്കൊക്കെ അറിയാം എംപതി കാണിക്കാൻ അല്ലെ. ഓക്കെ, 4, 5, 6. പിന്നെ ഓക്കെ 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 ഗുഡ്. പിന്നെ എല്ലായിടത്തും വരട്ടെ. അപ്പൊ എംപതി, ഇനി റിലേഷൻഷിപ്പിൽ എംപതിക്ക് സ്ഥാനം ഉണ്ടോ ഇല്ലേ? ടൂ മച്ച് എംപതി ആണ്, ഇറ്റ് ഈസ് എ പ്രോബ്ലം. അവിടെ ബൗണ്ടറീസ് നമുക്ക് നെക്സ്റ്റ് വരുന്നുണ്ട്, എങ്ങനെ ബൗണ്ടറി കീപ്പ് ചെയ്യാന്നുള്ളത്. ഭയങ്കരമായിട്ട് നമ്മളെ എംപത്തറ്റിക് ആയിട്ട് നമ്മളെ കംപ്ലീറ്റ് അങ്ങോട്ടേക്ക് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. അവിടെ നമുക്ക് ബൗണ്ടറീസ് റിലേഷൻഷിപ്പിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബൗണ്ടറീസിലേക്ക് പോകും. ഓക്കെ, അപ്പൊ എംപതി, അത്യാവശ്യം എംപതി എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും അത് ഡെവലപ്പ് ചെയ്യാനുള്ള കുറച്ച് മാർഗ്ഗങ്ങൾ അത് ഞാൻ അതിനൊരു നോട്ടായിട്ട് തന്നെ ആ ഒരു വർക്ക്ഷീറ്റിന്റെ കൂടെ ഉണ്ട്, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പൊ നമ്മൾ ആക്റ്റീവ് ലിസണിങ് പ്രാക്ടീസ് ചെയ്യുക, അതായത് മറ്റുള്ളവർ പറയുമ്പോൾ അതിങ്ങനെ കേൾക്കാനുള്ള, അത് അവരെ മനസ്സിലാക്കിയിട്ട് കേൾക്കാനുള്ള ഒരു ക്ഷമ, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉത്തരം പറയാൻ അവർ ഫോഴ്സ്ഡ് ആവുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് കൊടുക്കുക. ആൻസർ പറയാനുള്ള ഒരു സ്പേസ് അവിടെ കൊടുക്കുക. പിന്നെ പുട്ട് യുവർ സെൽഫ് ഇൻ ദെയർ ഷൂസ്, നമ്മൾ എപ്പോഴും എല്ലായിടത്തും കേൾക്കുന്നതായിരിക്കും അല്ലെ. അതായത് ഒരാൾ എന്തോ കാണുമ്പോൾ അയ്യോ പാവം എന്ന് പറഞ്ഞു പോകുന്നതിന് പകരം അതെന്താണോ അവർക്ക് ആവശ്യം അത് അവർക്ക് ചെയ്തു കൊടുക്കാം. അവരുടെ സ്ഥാനത്ത് നിന്നിട്ട് അവരെ മനസ്സിലാക്കാൻ കഴിയാം. ഇപ്പോ നമ്മുടെ കൂടെയുള്ള ഒരാളാണ്, അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും അവരുടെ ഭാഗത്ത് നിന്ന് അവരെ മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത്. പിന്നെ വാലിഡേറ്റ് ദെയർ ഫീലിംഗ്സ്. സാധാരണ നമ്മുടെ ഫീലിംഗ്സ് ആണ് നമ്മൾ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കില്ല. എനിക്ക് അങ്ങനെ, എനിക്കിങ്ങനെ, ഞാനിങ്ങനെ ആയിരിക്കും. പകരം കൂടെ ഉള്ളവരുടെ ഫീലിംഗ്സ് നമുക്ക് വാലിഡേറ്റ് ചെയ്യാന്ന് പറയുന്നത്, അത് നമ്മൾ റിഫ്ലക്ട് ചെയ്യണം. നമുക്ക് മനസ്സിലായി എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിൽ അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ അക്നോളേജ് ഡിഫറൻസസ്. ആളുകൾ നമ്മൾ എപ്പോഴും, നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാല്യൂലും അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാവും. ഇത് നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുമ്പോഴാണ്, ഉൾക്കൊള്ളാനും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റിലാക്സ് ആവും. അപ്പൊ ഈ എംപതി എന്ന് പറയുന്നത് നമ്മൾ ആർക്കും വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. എംപതി നമുക്കുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരുപാട് റിലാക്സ് ആയിരിക്കും. അതുപോലെ റിലേഷൻഷിപ്പിലും അതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എഫക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രീസിയേറ്റ് ചെയ്യുക. കൂടെ ഉള്ളവരെ എന്തിനാണെങ്കിലും ആ ഒരു അപ്രീസിയേഷൻ നമുക്ക് നമ്മോട് നമ്മൾ കുറച്ച് എംപതറ്റിക് ആണ്. ചിലരുണ്ട്, നേരത്തെ ഭാഗ്യം കൂടുതൽ എംപതിയാണ്, അതുകൊണ്ട് മറ്റുള്ളവർക്ക് എല്ലാം വിട്ടുകൊടുക്കുന്നു. അപ്പം എന്ത് ചെയ്യും, ഞാൻ എന്നെ മറക്കും, എന്നോട് എംപതറ്റിക് ആകാൻ ഞാൻ മറന്നു പോകും. നെക്സ്റ്റ് വരുന്നുണ്ട് നമുക്ക് സെൽഫ് ലവും സെൽഫ് കെയറിലും. പിന്നെ ഓഫർ ഹെൽപ്പ് ഓർ സപ്പോർട്ട്, അതും അതിൽ വളരെ ഇമ്പോർട്ടന്റ്. നമുക്കൊരു എംപതി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നമ്മുടെ ടൈം ആണെങ്കിലും നമ്മളുടെ എന്താണെങ്കിലും മറ്റുള്ളവർക്ക് ഏത് രീതിയിലാണോ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക അത് മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടി നമ്മൾ ചെയ്തു കൊടുക്കാം, ഹെൽപ്പ് ചെയ്തു കൊടുക്കാം. ഇതാണ് എംപതിയിൽ. അതിന്റെ ഒരു നോട്ട് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി എംപതിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കൂടുതൽ? ഞാൻ അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് റോൾ ഓഫ് സെൽഫ് ലവ് ആൻഡ് സെൽഫ് കെയർ ഇൻ റിലേഷൻഷിപ്പ് അതിലേക്ക് പോകാം.